ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർവേ ഫലങ്ങൾക്കും യാതൊരുവിധ കുറവുമില്ല. അത്തരത്തിലൊരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ ഒരു സർവേ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ BJPയും നിതീഷ് കുമാറും തമ്മിൽ അകന്നു പോകും എന്നൊക്കെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്തായാലും ഈ സർവേ ഫലത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നവംബറിന് മുമ്പ് തീയതി പ്രഖ്യാപിച്ചേക്കുമെന്ന് പറയപ്പെടുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തിടെ നടത്തിയ ഒരു സർവേയുടെ ഫലങ്ങൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. 2025 ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ബീഹാർ നിയമസഭയുടെ കാലാവധി 2025 നവംബർ 22 അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് ആവശ്യവുമാണ്. തിരഞ്ഞെടുപ്പ് തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവ ഉടനെ തന്നെ സംഭവിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. പോൾ ട്രാക്കർ നടത്തിയ ഒരു അഭിപ്രായ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് ബീഹാർ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കളുടെ വോട്ട് ശതമാനം, സീറ്റ് കണക്കുകൾ, ജനപ്രീതി എന്നിവയാണ് പ്രധാനമായും സർവേയിലൂടെ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സർവേ പ്രകാരം ഇന്ത്യ സഖ്യം ഇത്തവണ NDA സഖ്യത്തിനെ പിന്നിലാക്കുമെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും ചേർന്നുള്ള സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ 44.2% വോട്ടുകൾ ലഭിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ട് വരുന്നു. ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം RJDയുടെ തേജസ്വി യാദവിൻ്റേതാണ്. സർവേ പ്രകാരം യുവാക്കളുടെ ആദ്യ തെരഞ്ഞെടുപ്പായി തേജസ്വി മാറിയേക്കാമെന്നാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും ചേർന്നുള്ള NDA സഖ്യം രണ്ടാം സ്ഥാനത്ത് തുടരും. 42.8% വോട്ടുകൾ അവർ നേടുമെന്നുമാണ് സർവേ ഫലം പറയുന്നത്. ബീഹാറിൽ ആകെ 243 നിയമസഭാ സീറ്റുകൾ ുള്ളത്. ഭൂരിപക്ഷത്തിന് 122 സീറ്റുകൾ ആവശ്യമാണ്. ഈ സർവേ പ്രകാരം ഇത്തവണ ഇന്ത്യ സഖ്യം ബീഹാറിൽ സർക്കാർ രൂപീകരിച്ചേക്കാമെന്ന് പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് 126 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. മറുവശത്ത് BJPയുടെയും JDUവിൻ്റെയും NDA സഖ്യത്തിന് 112 സീറ്റുകൾ ലഭിച്ചേക്കാം. ജൻസുരാജ് പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ശേഷിച്ച 8 സീറ്റുകൾ മറ്റ് പാർട്ടികൾക്ക് ലഭിച്ചേക്കാമെന്നാണ് പറയുന്നത്. ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 തവണ സർവേ നടത്തിയിട്ടുണ്ട്. 2 തവണയും ഇന്ത്യ സഖ്യത്തിനാണ് ഭൂരിപക്ഷം ലഭിച്ചതെന്നാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 8 നടത്തിയ സർവേയിൽ ഇന്ത്യ സഖ്യത്തിന് 121 മുതൽ 131 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. NDAക്ക് 108 മുതൽ 115 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ജൻ സൂരജ് പാർട്ടിക്ക് 2 മുതൽ 3 സീറ്റുകൾ വരെയും മറ്റുള്ളവർക്ക് 4 മുതൽ 12 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പും സർവേ ഫലം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാറിലെ ജനങ്ങൾ തേജസ്വി യാദവിനെയാണ് തങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 43% ആളുകൾ തേജസ്വി യാദവിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഈ പട്ടികയിൽ നിതീഷ് കുമാർ രണ്ടാം സ്ഥാനത്താണ്. 31% ആൾക്കാരാണ് നിതീഷ് കുമാറിന് ഈ സർവേ ഫലപ്രകാരം വോട്ട് ചെയ്ത് മുഖ്യമന്ത്രിയായി തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെല്ലാം സർവേ ഫലങ്ങൾ BJPക്ക് എതിരായിരുന്നു. ഹരിയാനയിൽ BJP വലിയ രീതിയിലുള്ള തോൽവി നേരിടുമെന്ന് പറഞ്ഞപ്പോൾ സർവേ ഫലങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഹരിയാനയിൽ വമ്പിച്ച വിജയം BJP നേടി. മഹാരാഷ്ട്രയിലും സംഭവം വ്യത്യസ്തമൊന്നുമില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നരേന്ദ്രമോദി 400 സീറ്റിലധികം നേടുമെന്ന് ചില സർവേ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും BJPക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് സർവേ ഫലങ്ങൾ എപ്പോഴും ജനാധിപത്യത്തെ നിർണ്ണയിക്കുന്ന ഒന്നല്ല എന്നാണ് നമുക്ക് ഇത്രയും കാലത്തെ സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പോൾ ട്രാക്കർ നടത്തിയ സർവേ ഫലം എന്തായി തീരും, ഇതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ആണെന്ന് നമുക്ക് വോട്ട് എണ്ണുന്ന ആ ദിവസം കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.